നമസ്തേ. കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു പാചകക്കുറിപ്പാണ്. ഇപ്പോൾ ഒന്ന് രണ്ടാഴ്ചയില്ലേ നമ്മൾ പാചകമൊക്കെ പറഞ്ഞിട്ട്. ഇതൊരു ഞാൻ ഉണ്ടാക്കുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. അവിചാരിതമായിട്ടൊരു പ്രാവശ്യം ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് തരക്കേടില്ലാന്ന് തോന്നി. ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയതാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. വരും, നമുക്ക് അടുക്കളയിലേക്ക് പോകാം. എനിക്കിന്നൊരു പൈനാപ്പിൾ കിട്ടിയിട്ടോ, നല്ലൊരു പൈനാപ്പിൾ. ഉച്ചയായപ്പോഴാണ് കിട്ടി. അത് തരക്കേടില്ലാന്ന് തോന്നി. പഴുപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 കായിന് ശർക്കര വരട്ടി ഉണ്ടാക്കണം എന്നൊരു മനസ്സിലൊരു പ്ലാൻ ഇട്ടിട്ട് ഞാൻ ആ കായൊക്കെ നുറുക്കി അത് വറുത്ത് കോരി വെച്ചു. ശർക്കര വരട്ടാനായിട്ട് അടുപ്പത്തേക്ക് വയ്ക്കുകയും ചെയ്തു. ആ സമയത്താണ് എൻ്റെ കൊച്ചുമോൾ വന്നിട്ട് എനിക്ക് പൈനാപ്പിൾ ചെത്തി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് ചെത്തി തരാം, ഇത് ഏതായാലും തുടങ്ങി അടുപ്പത്ത് വച്ചില്ലേന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട അമ്മമ്മ, എനിക്കിന്ന് പൈനാപ്പിൾ കൊണ്ട് ബോളി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. പൈനാപ്പിളിൻ്റെ ബോളിയോ? പൈനാപ്പിളിൻ്റെ ബോളി അമ്മമ്മ ഉണ്ടാക്കാം അമ്മമ്മ എന്ന് പറഞ്ഞു. ശരി. അങ്ങനെ ഞാൻ പൈനാപ്പിളിൻ്റെ ഒരു ബോളി ഉണ്ടാക്കി ഈയിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്. അപ്പം എനിക്കത് തരക്കടില്ലാന്ന് തോന്നി. ഇന്ന് വൈകിട്ട് ചായക്കായിട്ട് എല്ലാവർക്കും ഞാൻ പൈനാപ്പിൾ ബോളിയാണ് ഉണ്ടാക്കിയത്. എന്താണെന്ന് പറയാം. പൈനാപ്പിൾ എടുക്കുക, ചെത്തി, അത് വട്ടത്തിലാണ് കേട്ടോ നല്ലത്, വട്ടത്തിൽ അങ്ങോട്ട് ചെത്തുക. എന്നിട്ടൊരു കഷ്ടിച്ച് അര ഇഞ്ച് വീണ്ടും വട്ടത്തിൽ ചെത്തുക, പിന്നെയും വട്ടത്തിൽ ചെത്തുക. ഇങ്ങനെ വട്ടം നമ്മൾ ഉണ്ണിപ്പിണ്ടിയൊക്കെ വട്ടത്തിൽ അരിയണ പോലെ ഇതിനെ വട്ടത്തിൽ ഒരു 3-4 പീസ് അരിഞ്ഞവിടെ വയ്ക്കുക. എന്നിട്ട് ആദ്യം നല്ലത് ആ കനത്തിൽ കിട്ടാനായിട്ട് നമുക്ക് അത്രയും കനത്തിൽ ചെത്തണ്ടല്ല നല്ലത്. ഓരോ ഇഞ്ചിൻ്റെ പീസ് അങ്ങോട്ട് എടുക്കുക. അപ്പോൾ തൊലി കളയാൻ നമുക്ക് എളുപ്പമുണ്ട്. അതെങ്ങനെ കുറച്ചും കൂടെ ഇതാക്കി പറഞ്ഞാൽ ഇങ്ങനെ 4 ആക്കി അങ്ങോട്ട് മുറിക്കുക. 2 ആക്കി ഞാൻ ആദ്യം കുറച്ച് ചെയ്തത് 2 ആക്കി മുറിച്ചു. എന്നിട്ട് പുറമേ ഉള്ള തൊലിയൊക്കെ ചെത്തി കളഞ്ഞു. നടുക്കുള്ള കൂഞ്ഞ് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആകൃതിയിൽ അങ്ങോട്ട് പിച്ചാത്തിക്ക് വരഞ്ഞ് അതും കളഞ്ഞു. അപ്പോൾ ഇങ്ങനെ പകുതി അർദ്ധചന്ദ്രാകാര വൃത്തത്തിലും നടുക്കൊരു ട്രയാങ്കിൾ പോലെയായിട്ടുള്ള പീസ് കിട്ടി. അങ്ങനത്തെ പീസുകളാക്കി വെച്ചു. ചിലതങ്ങനെ മുറിച്ചപ്പോൾ വിട്ടത് വേറെ വെച്ചു. അങ്ങനെയുള്ളത് നമ്മൾ പഴബോളി ഉണ്ടാക്കാനായിട്ടുള്ള കൂട്ടുണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കാറുള്ള രീതിയാണ് പറയണത്. പഴബോളി പച്ചരി ഞാൻ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പച്ചരിയുടെ പൊടിയും മൈദയും അല്പം മഞ്ഞപ്പൊടിയും കുറച്ച് പഞ്ചസാരയാണ് ഇടാറ്. ഇന്നിപ്പോൾ പൈനാപ്പിൾ ബോളി ആയതുകൊണ്ട് ഞാനതിൽ ശർക്കരയാണ് ഇട്ടത്. ഇത്തിരി കൂടെ മധുരം വേണം. കുറച്ച് ചുക്കും ജീരകം പൊടിച്ചത് എല്ലാം കൂടി അതിന് പാകത്തിനുള്ളൊരു മാവാക്കി. പഴബോളിക്ക് സെറ്റ് ചെയ്യുന്ന എല്ലാ വിധത്തിലും അതുപോലെ തന്നെ ചേർന്ന ഒരു മാവ്. ആ മാവിലേക്ക് ഈ പൈനാപ്പിളിൻ്റെ പീസ് ഓരോന്നായിട്ട് എടുത്ത് മുക്കി എണ്ണയിലേക്ക് അങ്ങോട്ട്. അത് കുറച്ച് കഴിഞ്ഞ് അങ്ങനെ മൊരിഞ്ഞു. ഒന്ന് മറച്ചിട്ടു, കൊടിലിട്ട് പിടിച്ചൊന്ന് മറച്ചിട്ടു, വീണ്ടും ഇട്ടു, വറുത്ത് കോരി വെച്ചു, സെറ്റ് ചെയ്ത് വെച്ചു. ഇത്തിരി ചുക്കും ജീരകവും പൊടിച്ചതും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ കൂട്ട്? കുറച്ച് അരിപ്പൊടി, ഒരു 3 സ്പൂൺ അരിപ്പൊടി എടുത്തു ഞാൻ. 3 സ്പൂൺ അരിപ്പൊടി, 3 സ്പൂണോളം കഷ്ടിച്ച് മൈദ, അല്പം ഉപ്പ്, അതിന് വേണ്ടുന്നതായ മധുരം കിട്ടുന്നതിന് കുറച്ച് ശർക്കര, പൊടിച്ച ശർക്കരയാണ് ഇട്ടത്. ശർക്കര, ചുക്കും ജീരകവും പൊടിച്ചത്, അല്പം മഞ്ഞൾപ്പൊടി. ഇതാണ് മാവ് സെറ്റ് ചെയ്യാൻ വേണ്ടത്. പാകത്തിന് ദോശമാവൊക്കെ പോലെ അത്രയ്ക്ക് പോകുന്ന പാകത്തിനുള്ള മാവ്. അതിൽ മുറിച്ച് വെച്ച പൈനാപ്പിളിൻ്റെ പീസ് ഓരോന്നായിട്ടെടുത്ത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കാച്ചിയെടുക്കുക. ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും കാപ്പിക്ക് കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. അത് ഇപ്പം കാണിച്ചു തരാൻ പോവാം. ഇത് കാണാനുണ്ടോ? ഇതിൻ്റെ മുകളിൽ വെറുതെ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു തേങ്ങാക്കൊത്തുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ നൈസായിട്ട് പൂളി ഞാനത് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ വെച്ചു.
ഈ വട്ടത്തിൽ വച്ചേക്കുന്നത് പൈനാപ്പിൾ ബോളി, ഏത്തപ്പഴം ബോളി പോലെ പൈനാപ്പിൾ ബോളി. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. വൈകുന്നേരത്തെ ചായക്കൊക്കെ ചൂടയാണെങ്കിൽ നല്ല സ്വാദാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കൂ, പൈനാപ്പിൾ ബോളി. അപ്പോൾ കലയരങ്ങിലേക്ക് ഈ ആഴ്ചത്തെ എൻ്റെ അടുക്കള അമ്മൂമ്മക്കൂട്ട് ഒരു പാചകം പൈനാപ്പിൾ ബോളി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല, പൈനാപ്പിളിൻ്റെ സീസണാണല്ലോ ഇപ്പോൾ. വെറുതെ മുറിച്ചിങ്ങനെ ഇത്തിരി പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് തിന്നാം, അത് സ്വാദ് തന്നെ. ജ്യൂസ് അടിക്കാം, അതും സ്വാദ് തന്നെ. മധുരക്കറി ഉണ്ടാക്കാം, അതും സ്വാദ് തന്നെ. ഇതും പൈനാപ്പിളിൻ്റെ മറ്റൊരു രീതി. എല്ലാവരും ഉണ്ടാക്കുമെന്നും ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് പ്രത്യേകിച്ച്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിനോട് സഹകരിക്കുമെന്ന് കരുതി ഞാൻ ഇത് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ്. നന്ദി.